ഒരൊറ്റ മാധ്യമങ്ങളും കാണാതെ പോയൊരു വാർത്തയുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടും കോൺഗ്രസിന് വേണ്ടി മിണ്ടാതെ മാറ്റിവെച്ച വാർത്ത. ഒരു സീറ്റ് ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയ വാർത്ത. ഒടുവിൽ പ്രശ്നമാകുമെന്ന് വന്നപ്പോൾ പ്രശ്ന പരിഹാരത്തിനെന്ന് പറഞ്ഞ് വിളിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിവിട്ട വാർത്ത. ആ വാർത്ത നമ്മൾ എത്ര പേരറിഞ്ഞു? ഇതിൽ പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയിലെ സമുന്നതരാണ്. കോൺഗ്രസിലെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് KC വേണുഗോപാൽ, അഖിലേന്ത്യാ കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ്, ഇതേ കോൺഗ്രസിലെ ടോപ്പ് ലീഡറായ പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ പേരും ഈ കേസിൽ വരുന്നുണ്ട്. ഇനി സംഭവത്തിലേക്ക് വരാം. ഈയിടെ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിനായി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് നേതൃത്വത്തെ സമീപിച്ചു. ഹരിയാനയിലെ ഇലക്ഷൻ ചുമതലയിലുണ്ടായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഈ അവസരം മുതലെടുത്തു. സീറ്റ് ഒന്നിന് 7 കോടി രൂപ, അതിൽ 1,20,00,000 കൊടിക്കുന്നിൽ മാത്രം എടുത്തു. KC വേണുഗോപാൽ 75 ലക്ഷവും PA ആനസ് 10 ലക്ഷവും നൽകാനുണ്ടെന്ന് ഗൗരവ് കുമാർ പറയുന്നു. പ്രിയങ്ക ഗാന്ധി നൽകാനുള്ളത് 35 ലക്ഷവുമെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. പരാതിയുമായി യുവതിയുടെ ഭർത്താവ് ഗൗരവ് കുമാർ കേരളത്തിലുമെത്തി. ഡൽഹി DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. പണം തിരികെ നൽകാമെന്ന് ആദ്യം പറഞ്ഞ കൊടിക്കുന്നിലിന്റെ ഭാഷ പിന്നീട് മാറി. അത് ഭീഷണിയായി. ഇതോടെ മറ്റ് വഴികളില്ലാതെ ആ യുവാവ് കൊടിക്കുന്നിലുമായി നടത്തിയ പണമിടപാടിന്റെ രേഖകളും വാട്സപ്പ് ചാറ്റുകളും പുറത്തുവിട്ടു. ഇത്രയും ഗൗരവമുള്ള തട്ടിപ്പായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ ആരും ഇതിനെ പരിഗണിക്കുന്നതേയില്ല. എല്ലാ കാലത്തും തട്ടിപ്പ് നടത്തുന്ന കോൺഗ്രസുകാർക്ക് ഇമോഷണൽ പ്രിവിലേജ് കൊടുക്കുന്ന ചരിത്രമല്ലേ നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളൂ. കേരളത്തിലടക്കം പല സീറ്റുകളിലും പരിഗണിക്കപ്പെട്ട ജനകീയരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മാറ്റി ചിലരുടെ നോമിനികൾ സ്ഥാപിക്കപ്പെട്ടു. ഇതും പണക്കൊഴുപ്പിന്റെയും പണമുള്ളതിന്റെ പിൻബലത്തിലാണെന്നുള്ളതും ആദ്യമേ ആരോപണം ഉയർന്നതാണ്. ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഭൂതകാലമാണ് ഇപ്പോൾ ഹരിയാനയുടെ രൂപത്തിൽ കോൺഗ്രസിനെ വേട്ടയാടുന്നത്. അധികാരവും തിരഞ്ഞെടുപ്പും മാത്രമല്ല, സീറ്റ് വെച്ച് നീട്ടി സ്വന്തം അണികളെ പറ്റിച്ച് പണം ഉണ്ടാക്കാനുള്ള പുത്തൻ വഴികൾ തേടുകയാണ് കോൺഗ്രസ്. അതിൽ ബൂത്ത് കമ്മിറ്റി മുതൽ അഖിലേന്ത്യാ കമ്മിറ്റി വരെ ഒറ്റ നിലപാടാണ്: കക്കുക, മുക്കുക, അപ്പാടെ വിഴുങ്ങുക.